തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുന്ന ജില്ലകളിൽ പരസ്യപ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് പ്രചാരണത്തിന് തിരശ്ശീല വീഴുന്നത്. മലപ്പുറം പൂക്കോട്ടൂരിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. വടക്കൻ കേരളത്തിൽ കൊട്ടിക്കലാശത്തിന് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായി ആദ്യം ചേരുന്നത്. ഒപ്പം മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമും വിവരങ്ങൾ നൽകും. സൂരജ്, തൃശ്ശൂരിൽ നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്, കോർപ്പറേഷനിലടക്കം വിവിധ വിഷയങ്ങൾ, വിവിധ വിവാദങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ചയ്ക്ക് വന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. എന്താണ് ഈ പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ, 2 മണിക്കൂർ പോലും ഇല്ല, അവസാന മണിക്കൂറുകളിലെ തൃശ്ശൂരിലെ കാഴ്ചകൾ, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഇപ്പോൾ വിവിധ ഡിവിഷനുകളിൽ ഈ കലാശക്കൊട്ടിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അവസാനവട്ട പ്രചാരണം അതാ ചെറിയ ചെറിയ ആഘോഷങ്ങളോടുകൂടി അല്ലെങ്കിൽ ചെറിയ ചെറിയ റാലികളോടുകൂടിയാണ് ഈ അവസാനവട്ട പ്രചാരണം നടക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് കുട്ടംകുളങ്ങരയിലാണ്. കുട്ടംകുളങ്ങരയിൽ UDF സ്ഥാനാർത്ഥി ഇപ്പോൾ ചെറിയൊരു റോഡ് ഷോ, അതായത് ഇവിടുത്തെ പ്രാദേശികമായുള്ള പ്രവർത്തകരെല്ലാവരും ചേർന്നുകൊണ്ടുള്ള ചെറിയ ഒരു കാൽനട പ്രചരണ ജാഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ചെറിയ ചെറിയ ജാഥകൾ തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് സംഗമിക്കുന്ന തരത്തിലാണ് UDFന്റെ കലാശക്കൊട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാന നിമിഷവും വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ ചർച്ചയായത്. മുന്നണികളെ സംബന്ധിച്ച വിമത നീക്കമുണ്ടായിരുന്നു. LDFനെയും UDFനെയും ഒരുപോലെ വിമത ഭീഷണി വെല്ലുവിളിയായി നിൽക്കുന്നു. BJP സംബന്ധിച്ച അതിനകത്തുണ്ടായിരുന്ന ഗ്രൂപ്പ് പ്രശ്നങ്ങളാണ്. അതായത് മേയർ സ്ഥാനാർത്ഥിയായി V ആദിനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവരുടെ യോഗത്തിൽ V ആദിനെ മേയർ സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ പ്രാദേശികമായുള്ള പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് ആദിനെ തന്നെ മാറ്റി നിശ്ചയിക്കുന്നു. അങ്ങനെ 3 മുന്നണികളിലും പല പല പ്രശ്നങ്ങൾ അവരെ ആഭ്യന്തരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഈ അവസാന വട്ടത്തേക്ക് എത്തുമ്പോഴേക്കും ഈ കെട്ടുറപ്പോടുകൂടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് മുന്നണികൾ കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണ വിഷയമടക്കം, സ്വർണ്ണപ്പാളി വിഷയമടക്കം ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കി കൊണ്ടുവരാൻ UDFും BJPയും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്ന അഞ്ജലിയാണ്, ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് UDFന്റെ. എത്രത്തോളം പ്രതീക്ഷ? 100% വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നടക്കുന്നത്. എല്ലാവരും സന്തോഷത്തോടു കൂടി പറയുന്നു. അവസാന ലാപ്പിലേക്ക് എത്തണം. എങ്ങനെയാ അവസാന വട്ടത്തെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? നന്നായി, എല്ലാവരും നല്ല പോസിറ്റീവായ ഇത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് 100% ഞങ്ങൾക്ക് വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വിജയം കൈവരിച്ചു തന്നെയാണ് പറയുന്നത്. എന്തായാലും UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ UDFന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച MK വർഗീസിലൂടെയാണ് LDF അന്ന് ഭരണം പിടിച്ചത്. ആ ഒരു കൊച്ചു മിടുക്കിയൊക്കെ ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ട്, ഇവരുടെ ഈ ജാഥയുടെ ഭാഗമായിട്ടൊക്കെ അണിചേർന്നിട്ടുണ്ട്. മോള് എത്ര വയസ്സായി? പേരെന്താ? പേരെന്താ? അതാണ് കൊടിയൊക്കെ പിടിച്ച് UDFന്റെയും കോൺഗ്രസിന്റെ ഒക്കെ കൊടിയൊക്കെ പിടിച്ച് ഇവരുടെ കൂടെ ഇങ്ങനെ ഈ പ്രചരണ ജാഥയുടെ ഭാഗമാവുകയാണ് ഈ കൊച്ചുകുട്ടി. അങ്ങനെ നിരവധി പേരാണ് ഈ റോഡ് ഷോയിൽ അടക്കം അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.